ജോസഫ്, ഈ സ്പെയിൻ ഫ്രാൻസ് മത്സരത്തിന് മുമ്പ് ഈ മത്സരത്തിൽ ബെൽജിയത്തിനെതിരെ പോരാട്ടത്തിൽ ലാമിൻ യമാലിന്റെ രസകരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഒരുപാട് കണ്ടു. എന്താ പറയുക, മിന്നലാട്ടം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതല്ലേ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ആദ്യം അദ്ദേഹത്തിന് വൈഡായി പോകേണ്ടി വരുന്നു. ബോക്സിനുള്ളിലേക്ക് കയറാനുള്ള സാഹചര്യം പിന്നീടാണ് വരുന്നത്. ഒരുക്കി എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സൂപ്പർ താരത്തിന്റെ യുവ സെൻസേഷന്റെ പ്രകടനം? ഇന്ന് ലമീൻ യമാലിനെ മിക്കപ്പോഴും ഡബിൾ മാർക്കിംഗ് ആയിരുന്നു. ഡിക്കോയ്പ്പറും അതുപോലെ തന്നെ ജെർമി ഡോക്കു അറ്റാക്ക് ചെയ്യുമ്പോൾ ലമീൻ യമാൽ ട്രാക്ക് ബാക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതും എടുത്തു പറയണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലമീൻ യമാലിന്റെ പെർഫോമൻസിൽ ഒത്തിരി ഹാപ്പിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ന്യൂനോ മെൻഡസ് പോക്കറ്റിൽ ഇട്ടെങ്കിൽ ഇന്ന് ഡിക്കോയ്പ്പറിന് ഒരു ഐഡിയ കിട്ടിയില്ല എങ്ങനെയാണെന്ന്. പുള്ളി ഇടയ്ക്ക് വൈഡിൽ പുറത്തേക്ക് പോകുന്നതും അവസാനമായപ്പോൾ അകത്തേക്ക് വരുന്നതും രണ്ടുമായപ്പോൾ നല്ല കൺഫ്യൂഷനായി. ഒരുപക്ഷെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് ജോക്കിംഗ് സെയ്സ് വന്നപ്പോഴാണ് കുറച്ചും എങ്കിലും ലമീൻ യമാലിനെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു പെർഫോമൻസ് ശരിക്കും ഫസ്റ്റ് ടൈം കളിക്കുക, ഫസ്റ്റ് ടൈം ഡ്രിബിൾ ചെയ്ത് വന്നിട്ട് മിക്കപ്പോഴും പുള്ളി സെന്ററിലേക്ക് സ്ക്വയർ പാസുകളാണ് കൊടുക്കുന്നത്. പക്ഷെ അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ബെൽജിയത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ലമീൻ യമാലിനെ ഇന്ന് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സ്പേസിൽ പുള്ളിയുടെ അടുത്തേക്ക് 2-3 പേര് കമ്മിറ്റ് ആവുമ്പോൾ ആ ഉണ്ടാവുന്ന സ്പേസിൽ നിന്നാണ് ബാക്കിയുള്ളവർക്ക് ഓപ്പൺ സ്പേസ് കിട്ടിയതും ഷോട്ട് അടിക്കാൻ പറ്റിയതും ഹാഫ് സ്പേസുകൾ ക്രിയേറ്റ് ആയതുമല്ല. അപ്പോൾ ഇങ്ങനെ ഇത്ര ഫോമിലാണ് ലമീൻ യമാൽ കളിക്കുന്നത് എന്നുള്ളത് തന്നെ ഒത്തിരി പ്രതീക്ഷ നൽകും. കഴിഞ്ഞ മത്സരത്തിൽ തീർത്തും സൈലന്റ് ആയിരുന്നു, ഒത്തിരി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് നല്ല ഫോമിൽ എത്തുമ്പോൾ, അത് 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ആ ഒരു താരമാണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ ചുവടിലേറ്റിക്കൊണ്ടുവരുന്നത്. ഒരു ഗോളും കൂടെ ഒക്കെ കാണാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി അധികം സന്തോഷം. റൈറ്റ്, അതാണ് ജോസഫ്. അവസാനമായിട്ട് ഈ സൂപ്പർ സബ്ബായി മാറുകയാണല്ലോ തുടർച്ചയായുള്ള മത്സരങ്ങളിൽ മിക്കേൽ മെറീന. അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ അടിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് സ്പാനിഷ് ആരാധകർക്ക് വലിയ ആത്മവിശ്വാസം നൽകി. തീർച്ചയായിട്ടും. അതും അദ്ദേഹം കഴിഞ്ഞ വർഷം 8 ഗോൾ അടിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ സ്പെയിനിന് വേണ്ടി. ഈ വർഷം ആകെ 2 ഗോൾ അടിച്ചിട്ടുള്ളൂ. 2 നോക്കൌട്ട് മത്സരങ്ങളിൽ വിജയ ഗോൾ സൂപ്പർ സബ്ബായിട്ട് വന്നിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പുള്ളിയെ പറയുമ്പോൾ അതുപോലെ എടുത്തു പറയണം ഫെറാൻ ടോറസും. ഇന്നും ഫെറാൻ ടോറസ് വന്ന പിന്നെ കളി മാറി, ബെഞ്ചിൽ നിന്ന് വന്ന്. അങ്ങനെ ഈ 2 പേരും കൂടെ ഒരു ബെഞ്ചിൽ നിന്ന് വരുന്നതിൽ നൽകുന്ന ഒരു ഊർജം സ്പെയിനെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അവരുടെ ശരിക്കും സൂപ്പർ സബുകളിൽ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതും, അവരുടെ പ്ലാൻ എ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പ്ലാൻ ബി വളരെ എഫിഷ്യന്റ് ആണ്. അത് 2 റിസൾട്ടുകൾ നേടി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആത്മവിശ്വാസം നൽകും സ്പെയിനിന് ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിൽ. താങ്ക് യു ജോസഫ്. താങ്ക് യു ഫോർ ജോയിനിങ്. ജോസഫ് ജോർജാണ് ചേർന്ന് നമ്മോടൊപ്പം. നടലും ജോസഫ് പറഞ്ഞതുപോലെ സ്പെയിൻ ആയിരിക്കും ഫ്രാൻസിന്റെ ഏറ്റവും കടുത്ത എതിരാളികൾ. അത് തന്നെയായിരിക്കും ഫ്രാൻസിന്റെ ഏറ്റവും കടുത്ത മത്സരവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.